എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് രോഗങ്ങളിലും അപകടങ്ങളിലും ആയിരിക്കുന്നവരുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നും നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 23-ാം അധ്യായമാണ്. ഇന്ന് നമ്മൾ അവസാനത്തെ 3 ഉത്സവങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാവരും തയ്യാറല്ലേ? 7-ാം മാസത്തിൽ 3 ഉത്സവങ്ങളാണുള്ളത്. 7-ാം മാസം 1-ാം തീയതി കാഹളോത്സവം, യോം തെറുവ അല്ലെങ്കിൽ റോഷ് ഹഷാന എന്ന് പറയും. 7-ാം മാസം 10-ാം തീയതി പ്രായശ്ചിത്ത ദിനം അല്ലെങ്കിൽ യോം കിപ്പൂർ എന്ന് പറയും. 7-ാം മാസം 15 മുതൽ 21 വരെ കൂടാരോത്സവം അല്ലെങ്കിൽ സുക്കോത്ത് എന്ന് പറയും. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് കാഹളോത്സവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. ഏതാണ് ഈ മാസം? ഇത് യഹൂദ കലണ്ടറിലെ 7-ാം മാസമാണ്. അതായത് തിസ്രി എന്ന് പറയും എന്നാണ് ആ മാസത്തിൻ്റെ പേര്. ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ്. വരാനിരിക്കുന്ന പ്രായശ്ചിത്ത ദിനമായ യോം കിപ്പൂറിന് മുന്നോടിയായി നടക്കുന്ന ഉത്സവമാണിത്. കേരളത്തിൽ ഈ സമയത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഓണം. ഓരോ മനുഷ്യനും തൻ്റെ പശ്ചാത്താപത്തിനും ആത്മപരിശോധനയ്ക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പാണിത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രാജ്യത്വ പ്രഖ്യാപനം, ന്യായവിധിയുടെ ഓർമ്മപ്പെടുത്തൽ തുടങ്ങിയവയുമാണ്. ഓണത്തിനോട് സാമ്യം തോന്നാം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ. കാഹളം മുഴക്കുന്ന ഉത്സവം യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാവുന്നതാണ്. ഇത് കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവും സഭയുടെ കൂട്ടിച്ചേരലും ന്യായവിധിയും സംബന്ധിച്ചാണെന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിച്ചും കൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. വിശുദ്ധ മത്തായി 24:30 മുതൽ 31 വരെയാണ് ഞാൻ വായിച്ചത്. ഇവിടെ 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 1, വലിയ കാഹളധ്വനി. 2, യേശുവിൻ്റെ പ്രത്യക്ഷത. 3, തെരഞ്ഞെടുത്തവരുടെ കൂട്ടിച്ചേരൽ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 17 വരെയാണ് ഞാൻ വായിച്ചത്. പൗലോസ്ലീഹ പറഞ്ഞത് നോക്കുക. കർത്താവ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്തില്ല എന്നതാണ്. 1, യേശുവിൻ്റെ വരവ്. 2, കാഹളധ്വനി. 3, മരിച്ചവരുടെ ഉയർപ്പ്. കർത്താവും പൗലോസ്ലീഹയും ഒരുപോലെ പറഞ്ഞു അല്ലേ? വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:51 മുതൽ 52 വരെയാണ് ഞാൻ വായിച്ചത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രായശ്ചിത്ത ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. 26 മുതൽ 29 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾ വിശുദ്ധ സഭായോഗം ഉണ്ടാക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. ആത്മതപനം എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ മനുഷ്യരും അനുദപിക്കണമെന്ന് ദൈവം പറയുന്നു. എന്താണ് അനുദപിക്കേണ്ടുന്നത്? നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അനുദപിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. മാത്രമല്ല, ദഹനയാഗ ബലി അർപ്പിക്കുകയും വേണം. അതായത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുകയും വേണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് വെറും ആചാര നിയമമല്ല, എന്നാലോ ഇസ്രായേലിൻ്റെ രക്ഷയുടെ ദൈവീക പദ്ധതിയാണ്. ഇത് വെറും ഒരു ആചാര നിയമമാണെന്ന്
വിശ്വാസികളല്ലാത്തവർക്ക് പറയാം, അല്ലെങ്കിൽ മറ്റ് ഇതര വിശ്വാസികൾക്ക് അങ്ങനെ കരുതാം. അന്ന് യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസമായിരുന്നു. നോക്കുക, പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായി ഒരു പ്രത്യേക ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പാപപരിഹാരത്തിനായി ഓടി അണയാം എന്നതാണ്. 30 മുതൽ 31 വരെ. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് വളരെ കഠിനമായൊരു നിയമമാണെന്ന്, ക്രൂരമാണെന്ന്? അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. അന്ന് മനുഷ്യനല്ല വേല ചെയ്യേണ്ടുന്നത്, മറിച്ച് അനുതപിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവമാണ് പ്രവർത്തിക്കേണ്ടുന്നത്. മനുഷ്യർ അന്ന് വേല ചെയ്താൽ അതിലൂടെ അവർ ദൈവത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എബ്രായർ 10:31. മൂന്നാമത്തെ കാരണം, വരുവാനിരിക്കുന്ന തൻ്റെ പുത്രൻ്റെ കുരിശുബലിയുടെ തീവ്രത അവരെ അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വിശുദ്ധ പൗലോസ് വീണ്ടും പറഞ്ഞു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിന്. എബ്രായർ 10:26 മുതൽ 29 വരെയാണ് ഞാൻ വായിച്ചത്. 32-ാമത്തെ വചനം, അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ 2-ാം വരവിൽ അവനെ തിരിച്ചറിയുമെന്ന് സക്കറിയ പ്രവാചകൻ പറയുന്നുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. സക്കറിയാവ് 12:10 ഞാൻ വായിച്ചത്. ഇനി നമ്മൾ അവസാന ഉത്സവത്തിലേക്ക് വരികയാണ്. കൂടാരോത്സവം അല്ലെങ്കിൽ സുക്കോത്ത്. 33 മുതൽ 36 വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗമുണ്ടാകണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗമുണ്ടാകണം. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യ സഭായോഗം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. വലിയ ഉത്സവങ്ങളിൽ മൂന്നാമത്തേതായ കൂടാര പെരുന്നാൾ തിസ്രി 15-ാം തീയതി ആരംഭിച്ച് 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. 1-ാം ദിവസത്തിലും 8-ാം ദിവസത്തിലും വിശുദ്ധ സഭായോഗം ഉണ്ടാകണമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ 7:37 മുതൽ 39 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ സമാപനം എന്ന നിലയിലാണ് യഹൂദന്മാർ പെന്തക്കോസ്ത പെരുന്നാളിന് ആ പേര് നൽകിയത്. കൂടാര പെരുന്നാളിൻ്റെ 7 ദിവസങ്ങളിൽ ഓരോന്നിലും കർത്താവിന് അഗ്നിയിൽ ഒരു യാഗം അർപ്പിക്കണമായിരുന്നു. സംഖ്യാപുസ്തകം 29:12 മുതൽ 38 വരെ വായിക്കുമ്പോൾ നമ്മൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് 37 മുതൽ 34 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവയുടെ ശബത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധ ദാനങ്ങളും കൂടാതെ അതത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കേണ്ടുന്നതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ. ഭൂമിയുടെ ബലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. അന്ത്യ ദിവസം വിശുദ്ധ സ്വസ്ഥത. 8-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ബലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം.
ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. ലേവ്യ പുസ്തകം 23-ാം അധ്യായം യേശുക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 23-ാം അധ്യായം ഇസ്രായേലർക്ക് ദൈവം നിശ്ചയിച്ച വിശുദ്ധ ഉത്സവങ്ങളെയും വിശുദ്ധ ദിവസങ്ങളെയും കുറിച്ചാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഇവ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും സഭയുടെ ജനനവും ഭാവിയിൽ അവൻ്റെ വരവും എന്നിവയുടെ പ്രതീകങ്ങളായി നിഴലുകളായി നിലകൊള്ളുന്നു എന്ന് നമ്മൾ കണ്ടു. വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു: ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. എബ്രായർ 10:1. ശബത്ത്, പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം, ആദ്യഫലങ്ങളുടെ ഉത്സവം, പെന്തക്കോസ്ത, കാഹളങ്ങളുടെ ഉത്സവം, പ്രായശ്ചിത്ത ദിനം, കൂടാരോത്സവം, ഇവ ഓരോന്നായി നമ്മൾ പഠിച്ചു. കാഹളങ്ങളുടെ ഉത്സവം, പ്രായശ്ചിത്ത ദിനം, കൂടാരോത്സവം എന്നിവ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. അത് വരുവാനുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.